കാണ്ടാമൃഗത്തെ വേട്ടയാടുന്നത് അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ഉദാഹരണക്കുറവിനാണ്. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ നിൽക്കുമല്ലേ, മനസ്സിലായി? ഒതളങ്ങ നാച്ചുറൽ ആണല്ലോ, അകത്തേക്ക് എന്തെങ്കിലും എന്ത് സംഭവിക്കും? സൂയിസൈഡ് ഫ്രൂട്ട് എന്നാണ് ഒതളങ്ങയെ വിളിക്കുന്നത്. പാവയ്ക്കയിലെ കയ്പെന്ന് പറയുന്നത് പാവൽ എന്ന് പറയുന്ന ചെടിക്ക് അതിൻ്റെ ഇമ്മച്ചുറായിട്ടുള്ള സീഡ് മറ്റു ജീവികൾ തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് ശരിക്കും ഒരു ടോക്സിക് സംഗതിയാണ്, വിഷമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് 1001 ഒറ്റമൂലികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത്രയും രോഗങ്ങളുടെ മരുന്നറിയാവുന്ന ഒരു ഏതോ വൈദ്യൻ ഇത്രയും സാധനം എഴുതി 10 രൂപയ്ക്ക് വിൽക്കുക. എന്തൊരു വൈശാഖൻ തമ്പിയാണ് നമുക്കിപ്പോൾ. ഹായ് വൈശാഖ. നമ്മൾ മുമ്പ് സംസാരിച്ച് നിർത്തിയത് പാട്ടുകളെ കുറിച്ചായിരുന്നു. അതെ, അതുകൊണ്ട് ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? മതി, പാട്ടിനെ കുറിച്ച് വർത്താനം പറഞ്ഞു. എന്നെ പേടിപ്പിക്കാതെ. ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് അവസാനം സംസാരിച്ചതിൻ്റെ ഹാങ് ഓവർ എനിക്കിപ്പോഴും കിടപ്പുണ്ട്. അതിൽ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത പ്രണയാതുരം അതിന് ഭാഷ എന്ന് പറയുന്ന വരികൾ സാറിൻ്റെയാണ്. ഈ വരികൾ ഹൃദയം കൊണ്ട് എഴുതാൻ കഴിയുമോ, ഇല്ലെങ്കിൽ കവിത ഹൃദയം കൊണ്ടാണോ എഴുതുന്നത് വൈശാഖ? നിങ്ങളുടെ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് ശ്രീകുമാരൻ തമ്പി സാറിന് അതിന് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇങ്ങനെയൊക്കെ പറയും. വൈകാരികത കലർത്തി പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളോട് കൂടി ചേർത്താണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നതാണ് ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വികാരങ്ങളുടെ ഒരു ഇരിപ്പിടം ഹൃദയമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണ് എന്നൊരു ധാരണ പണ്ടേ ആളുകൾക്കുണ്ട്. കാരണം മസ്തിഷ്കത്തിന്റെ പ്രാധാന്യം നമ്മൾ അത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മസ്തിഷ്കം ഒരു സൈലന്റ് ആയിട്ടുള്ള അവയവമാണ്. ഹൃദയം സദാസമയം മിടിക്കുന്നു. മസ്തിഷ്കത്തെ തൊട്ട് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നമുക്ക് അതിന്റെ ആ മിടിപ്പൊന്നും അറിയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ശരീരത്തിൽ എവിടെയും വേദന അറിയണമെങ്കിൽ മസ്തിഷ്കം വേണം. അതായത് നാഡികളിലൂടെ ഈ സിഗ്നൽ മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കമാണ് അവിടെ വേദന ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ മസ്തിഷ്കത്തിൽ നിങ്ങൾ സൂചി കൊണ്ട് കുത്തിയാൽ മസ്തിഷ്കം അറിയത്തില്ല. മസ്തിഷ്കത്തിൽ പെയിൻ സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ അവയവമാണ്. അപ്പൊ മസ്തിഷ്കം ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റേറ്റഡ് അവയവമായിരുന്നു പണ്ട് കാലത്ത്. പിന്നീട് വളരെ അടുത്ത കാലത്തൊക്കെയാണ്, താരതമ്യേന നമ്മുടെ അറിവിന്റെ ചരിത്രം എടുത്തെങ്കിൽ അടുത്ത കാലത്തൊക്കെയാണ് മസ്തിഷ്കം ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പങ്ക് നമ്മുടെ വികാരത്തിലും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മനസ്സിനെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പ് വൈകാരികമായിട്ടുള്ള തള്ളിച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അനുഭവപ്പെടുന്നത് ഹൃദയത്തിലാണ്. കാരണം വികാരം കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ എനർജി വേണം, കൂടുതൽ രക്തം ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പണി മെക്കാനിക്കലായിട്ടുള്ള ഈ പണി എടുക്കുന്നത് ഹൃദയമാണ്, അതൊരു പമ്പാണ്. അപ്പൊ അതിന്റെ പ്രഷർ, അതിന് കിട്ടുന്ന സ്ട്രെസ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഒരുപക്ഷെ ആളുകൾ വികാരങ്ങൾ ഹൃദയത്തിലാണ് എന്ന് ആരോപിച്ച അതുകൊണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ പൊതുവിൽ ഭാഷ ശരിക്കും ഒരു കാലത്ത് മനുഷ്യൻ ലോകത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരുന്നത് എന്നതിൻ്റെ ഒരുപാട് ഫോസിലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന്. നമ്മുടെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെയല്ലേ, ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. നമ്മൾ പണ്ട് കാലത്തെ ഉപയോഗിച്ചു വരുന്ന വാക്കുകൾ, പണ്ട് കാലത്തെ രാഷ്ട്രീയ ശരികൾ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷാ പ്രയോഗങ്ങളിലുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഉത്ഭവം നോക്കുമ്പോൾ അതൊരു മോശം സാഹചര്യത്തിൽ നിന്നാണ് ആ പ്രയോഗം വന്നതെന്നുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും. ഉദാഹരണത്തിന് നപുംസകം എന്നുള്ള വാക്ക് പണ്ട് നമ്മൾ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ചെറ്റ എന്ന് പറയുന്ന വാക്ക് ഒരു തെറി വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് പിന്നീട് ഒരു ജാതീയതയുണ്ട്. ഇന്ന് നമ്മളത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് ഭാഷയിൽ ഇതൊക്കെ ഇങ്ങനെ ഫോസിൽ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന കൂട്ടത്തിലാണ് ഈ ഹൃദയം വികാരത്തിന്റെ ഭാഗം. അതുകൊണ്ട് കവിക്ക് ഇപ്പോഴും എഴുതാമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു രാഷ്ട്രീയ ശരിയൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇനി എഴുതാം. ഇനി നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാം. പക്ഷെ അറിഞ്ഞിരിക്കണം, ഹൃദയത്തിനൊരു ഭാഷ അങ്ങനെ ഇല്ല എന്നില്ല. പക്ഷെ ഇമോഷൻസ് പലപ്പോഴും ഹൃദയത്തിൽ തന്നെ. ഇപ്പോൾ നമ്മൾ പലതരം വികാരങ്ങൾ, ഭയം ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് ഹൃദയമെടുപ്പ് കൂടുതൽ. അതല്ല, ഈ ഭയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ പൊതുവിൽ എമർജൻസിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫൈറ്റ്, പിന്നെ ഫ്ലൈറ്റ്, പിന്നെ ഫോൺ ഫ്രീസ്. ഈ 4 F വാക്കുകളാണ്. ഒന്നുകിൽ നിങ്ങൾ ആ സാഹചര്യത്തോട് മല്ലിടുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഫ്ലൈറ്റ് ഓടി മാറുക, പിന്നെ ഫോൺ എന്ന് പറഞ്ഞാൽ കീഴടങ്ങി കൊടുക്കുക എന്നുള്ളത്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തബ്ധരായി പോകാൻ. ഇതാണ് നമ്മുടെ പ്രതികരണം. ഇതിൽ ഈ ഫൈറ്റിനും ഫ്ലൈറ്റിനും നല്ല എനർജി വേണം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കോശങ്ങൾ എനർജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ, ന്യൂട്രിയൻസ് അവിടെ എത്തണം. അത് ബ്ലഡ് വെച്ച് എത്തുള്ളൂ. ബ്ലഡ് സർക്കുലേഷന്റെ റേറ്റ് കൂട്ടുക അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അപ്പൊ ആ പണി ആകെ നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിനാണ്. ഉറപ്പായിട്ട് അത് ഹൃദയത്തിന് അനുഭവപ്പെടും.
ഇമോഷൻസിൽ ഇപ്പോൾ പ്രണയം തോന്നിയാൽ തന്നെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പിന്റെ ആവൃത്തി കൂടിക്കൂടി വരും. അത് പ്രണയത്തുമായിട്ട് ബന്ധപ്പെട്ട ആങ്സൈറ്റി, ഉത്കണ്ഠയൊക്കെ അതിനകത്തുണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം ഫലം എന്ത് ചെയ്താലും എനിക്കാണ് പണി വരുന്നതെന്ന് ഹൃദയം സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം ഇത് പണി കൂട്ടണം, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും അല്ലേ, കാരണം കൂടുതൽ ഇൻഫർമേഷൻ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്, കൂടുതൽ അലർട്ട് ആകുക. ഇപ്പോൾ ഈ മൈൻഡ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ് മജീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്സ് നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൃഷ്ണമണി നോക്കി അറിയാൻ പറ്റും. കാരണം കൂടുതൽ മെന്റൽ എഫർട്ടോ ഫോക്കസോ വരികയാണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു അത് വെറുതെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്, മാത്സിലെ പ്രോബ്ലം, ഒരു ഈസി പ്രോബ്ലം, ഒരു ഹാർഡ് പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ കുട്ടിയുടെ പ്യൂപ്പിൾ കുറച്ചുകൂടെ വലുതാവും. കാരണം കൂടുതൽ എഫർട്ട് ഇടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിൽ പെട്ടതാണ്. ഞാൻ ചില സമയം ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറഞ്ഞു, ഒരാൾ പറയുന്ന വിഷയത്തിൽ എത്രത്തോളം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കണ്ണിൽ നോക്കിയാണ് താല്പര്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാനിത് ടീച്ചർ എന്ന നിലയിൽ ചില സമയത്ത് ആസ്വദിക്കും. ഈ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ചിലപ്പോൾ ബോറാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മസാല കഥയോ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണ് ഇങ്ങനെ തള്ളി വരും. കാരണം അത് ആ ഫോക്കസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അലർട്ട് ആവുന്നതാണ് കൂടുതൽ. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അധ്യാപകൻ കൂടിയാണ്, ചെറിയ പിള്ളേരെയൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വൈശാഖനോട് സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ടോക്സിസിറ്റി എന്ന് പറയുന്ന വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഡിപ്രഷൻ കുറേ കാലം മുമ്പ് ഉപയോഗിക്കാമായിരുന്നു, ഇപ്പോൾ കുറേ കൂടെ പഠിച്ചു എന്ന് തോന്നുന്നു. മൂഡ് ഓഫിനൊക്കെ ഡിപ്രഷൻ എന്ന് ഉപയോഗിക്കുക. ഡിപ്രഷൻ വേറൊരു മെഡിക്കൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത് അറിഞ്ഞുകൂടാതെ ഈ കാലഘട്ടത്തിലെ അവയർനെസ് ഇല്ലെങ്കിൽ കുറച്ച് ഇത്തരത്തിലുള്ള മെഡിക്കൽ നോളജ്, ഈ മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള നോളജൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ആ അവയർനെസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള നമുക്കില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ തെറ്റായി പ്രയോഗിക്കുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ദുരന്തം നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ലേ? ഇതിന് രണ്ട് വശമുണ്ട്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സിൽ താരതമ്യേന കുറച്ച് മുമ്പിൽ പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സ്കൂൾ ഏജിലുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഏജിലുള്ള കുട്ടികളുടെ മുൻതലമുറയ്ക്ക് ഇത് കിട്ടിയിട്ടില്ല, അവരിത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളാണെങ്കിൽ ഈ വാക്കുകൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അവർ കേട്ട് മനസ്സിലാക്കുക ചെയ്യുന്നു. അവർ വാക്കുകൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ എന്നുള്ള വാക്ക് അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. ടോക്സിക്, ഒരാളിനെ ടോക്സിക് ആണെന്ന് വിളിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് അവർ പിക്ക് ചെയ്യും. കാരണം ആ ഏജിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. എന്നാൽ റിയൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അറിയാതിരിക്കുക എന്ന് പറയുന്ന സൈഡ് വേറെ സൈഡിലുണ്ട്. ഇത് രണ്ടും നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സാഡ് ആയിരിക്കുന്നത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. സാഡ് ആയിരിക്കുമ്പോൾ ഞാൻ ഡിപ്രഷൻ ആയില്ലടാ എന്ന് പറയും, ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഡിപ്രഷനാണെന്ന് പറയും. അപ്പോൾ അതൊരു ചില സ്ഥലങ്ങളിൽ അത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. ആങ്സൈറ്റി, ഇതെല്ലാം ഒരു ഡിസോർഡർ കണ്ടീഷനിലേക്ക് പോകും. ഇതെല്ലാം ചെറിയ അളവിൽ എല്ലാവർക്കും ഉള്ള വികാരങ്ങളുടെ ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ, അനാനുപാതികമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർക്ക്, മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ട് ആയിട്ട് ഒരാളിന് ചില മാനദണ്ഡങ്ങളുണ്ട് എപ്പോഴാണ് ഇതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡിപ്രഷൻ ആവില്ല. അപ്പോൾ അതാണ് എക്സ്പെർട്ടിൻ്റെ ആവശ്യം. എക്സ്പെർട്ട് നമ്മളോട് സംസാരിച്ച് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കഥയൊക്കെ കുറേ കേട്ട് കഴിയുമ്പോഴാണ് ഇത് ഡിപ്രഷൻ ആണോ അല്ലയോ എന്നൊരു നിഗമനത്തിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നത്. അപ്പോൾ പോലും പുള്ളി 100% ഉറപ്പിക്കത്തില്ല, പിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും. പക്ഷെ നമ്മുടെ പല ചെറുപ്പക്കാരും ഒറ്റയടിക്കും ഒരു ദിവസം ഒന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് അവർ പറയും എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയും.